പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സാമാന്യം ദീർഘമായ ആശുപത്രിവാസത്തിന് ശേഷം വത്തിക്കാനിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പരിശുദ്ധ പിതാവ് ക്രമാനുഗതമായി രോഗവിമുക്തി പ്രാപിക്കുന്നു എന്ന ആ വലിയ സന്തോഷം എല്ലാവരിലും ഉളവായി. കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവ് അപ്രതീക്ഷിതമായി വത്തിക്കാൻ ചത്വരത്തിൽ കൂടിയിരുന്ന ആളുകളെ സന്ദർശിക്കുവാൻ വീൽ ചെയറിൽ വരികയുണ്ടായി. അതുപോലെ തന്നെ ജയിൽ സന്ദർശിച്ച് ജയിൽവാസികൾക്ക് ഈസ്റ്റർ ആശംസകൾ നേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ജീവിതാന്ത്യം വരെ തൻ്റെ സ്നേഹത്തിൻ്റെയും പരിലാളനത്തിൻ്റെയും ജീവിതം തുടർന്നു. പ്രത്യേകിച്ച് വേദനിക്കുന്നവരും രോഗികളും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള എല്ലാവരും, പ്രവാസികൾ, എന്നിവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ അദ്ദേഹം വന്നു. ഭീകരമായ രക്തം ചിന്തലിനും യുദ്ധത്തിനുമെതിരായി ശബ്ദമുയർത്തി. അങ്ങനെ ലോകത്തെ ഒന്ന് നവീകരിക്കുവാനുള്ള പൂർണ്ണമായ ഒരു തീരുമാനം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്തു. പരിശുദ്ധ പിതാവിൻ്റെ മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് ഉച്ചകഴിഞ്ഞ് പരിശുദ്ധ പിതാവ് നമ്മോട് യാത്ര പറഞ്ഞ് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ദൈവം അവിടുത്തെ പ്രിയദാസനെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നയിക്കട്ടെ എന്നും മാലാഖമാരുടെയും വിശുദ്ധരുടെയും സമൂഹത്തിൽ ചേർക്കട്ടെ എന്നും നാം തുടർന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കലുഷിതമായ ലോകത്തിൽ സഭയെ നയിക്കുന്നതിന്, ലോകത്തിൻ്റെ മനസ്സാക്ഷിയാകുന്നതിന് എപ്രകാരം പരിശുദ്ധ പിതാവിന് സാധിച്ചുവോ അതുപോലെ നമുക്കും അതിൽ പങ്കാളികളാകാം. സമാധാനത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി പരിശുദ്ധ പിതാവിൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാ മനുഷ്യരോടും ഹൃദയപൂർവ്വം അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു.